നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചവർ സമ്മതിക്കുന്ന 3 വിഷയങ്ങൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വികസനം എന്നിവയാണ് എന്ന് CSDS ലോക്നീതി നടത്തിയ സർവേ വ്യക്തമാക്കുന്നു. ഇതിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. വികസനം ഒരു വിഷയമായി പറഞ്ഞവർ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും മറ്റു ഘടകങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് എതിരാണ്. തൊഴിലില്ലായ്മ സംസ്ഥാനങ്ങളിൽ ഉടനീളമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിരുന്നു. കാലക്രമേണ രൂക്ഷമായ തൊഴിലില്ലായ്മ ഇന്ത്യയിലെ ഗണ്യമായ യുവജനങ്ങളെ ബാധിച്ചതായി അടുത്തിടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നു. 2022 മൊത്തം തൊഴിലില്ലാത്ത ജനസംഖ്യയിൽ തൊഴിൽ രഹിതരായ യുവാക്കളുടെ പങ്ക് 82.9% റിപ്പോർട്ട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷങ്ങളെ അപേക്ഷിച്ച് ജോലി ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് പ്രതികരിച്ചവരിൽ 1/5 പേരും അഭിപ്രായപ്പെടുന്നതായി പഠനം കണ്ടെത്തുന്നു. ഇത് തൊഴിൽ വിപണിയിലെ നിലവിലുള്ള വെല്ലുവിളികൾക്ക് അടിവരയിടുന്നുണ്ട്. 12% പേർ മാത്രമാണ് ജോലി ലഭിക്കുന്നത് എളുപ്പമാണെന്ന് പറഞ്ഞത്. ഗ്രാമീണരുടെ പ്രതികരണങ്ങളിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് കൂടുതൽ ഇടം പിടിച്ചത്. വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുന്ന പ്രധാന വിഷയമായി തുടരുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി രാജ്യത്ത് ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് 10 വോട്ടർമാരിൽ 2 പേർക്കും അഭിപ്രായമുണ്ടെന്ന് സർവേ കണ്ടെത്തുന്നുണ്ട്. 2004 മുതൽ സമാനമായ 1% വോട്ടർമാർക്കിടയിൽ ഈ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വികസനം സമ്പന്നർക്ക് മാത്രമായി നടന്നുവെന്ന് 35% വോട്ടർമാർ കരുതുന്നുവെന്നാണ് പ്രീപോൾ സർവേ കണ്ടെത്തിയത്. വികസന സംരംഭങ്ങളുടെ കാര്യത്തിലും പൊതുവെ സംശയമുണ്ട്. 8% പേർ മാത്രമാണ് അഴിമതിയും അയോധ്യയിലെ രാമക്ഷേത്രവും തങ്ങളുടേതായ പ്രധാന വിഷയങ്ങളായി പരാമർശിച്ചത് എന്നും റിപ്പോർട്ട് പറയുന്നു. എന്നിരുന്നാലും മോദി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അഴിമതി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഭൂരിപക്ഷം വോട്ടർമാരുടെയും ധാരണ. അതിനിടെ മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്നതിനുള്ള കർഷകരുടെ പ്രതിഷേധം പോലുള്ള വിഷയങ്ങൾ വോട്ടർമാരുടെ പ്രധാന പരിഗണനയിലുണ്ട്. തൊഴിലില്ലായ്മയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്ന് 27% പേർ പ്രതികരിച്ചപ്പോൾ വിലക്കയറ്റമാണെന്ന് 23% പേരും പ്രതികരിച്ചു. അഴിമതി പ്രധാന വിഷയമായി 8% പേരും വികസനം 13% പേരും മാത്രമാണ് പ്രധാന വിഷയമായി കണക്കാക്കുന്നത്. രാമക്ഷേത്രം വെറും 8% പേരും ഹിന്ദുത്വ വെറും 2% വോട്ടർമാരും മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. അഴിമതി വർദ്ധിച്ചു എന്ന് 55% പേരും കുറഞ്ഞു എന്ന് കേവലം 19% പേരും അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ പരിഗണനാ വിഷയങ്ങൾ ഇതാണെന്നിരിക്കെ ഭരണവിരുദ്ധ വികാരം നാട്ടിൽ ശക്തമാണെന്ന് വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPക്ക് തന്നെയാവും എന്ന കാര്യത്തിൽ തർക്കമില്ല.